നമസ്കാരം. അഴിച്ചുപണിക്കും അതോടൊപ്പം തന്നെ അടിമുടി മാറ്റത്തിനും ഒരുങ്ങുകയാണ് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം. പുനഃസംഘടനയ്ക്ക് കളമൊരുങ്ങിയതോടുകൂടി സംസ്ഥാന കോൺഗ്രസിൽ ഇപ്പോൾ പുതിയ ധ്രുവീകരണങ്ങൾക്കുള്ള ശ്രമം ശക്തമായിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും അദ്ദേഹത്തിന് ഒപ്പമുള്ള യുവ നേതാക്കളുടെ കൂട്ടായ്മയ്ക്കുമെതിരെ മുതിർന്ന നേതാക്കളുടെ മുൻകൈയിലാണ് ഇപ്പോൾ പുതിയ സമവാക്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസിൽ രൂപപ്പെട്ടിരിക്കുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയില്ല എന്ന് വ്യക്തമായെങ്കിൽ പോലും അധ്യക്ഷ സ്ഥാനത്തേക്ക് യുവ നേതാക്കളായിട്ടുള്ള റോജി എം ജോൺ, മാത്യു കൊഴുന്നാടൻ, ഹൈബി ഈഡൻ തുടങ്ങിയവരുടെ പേരുകൾ ഉയർന്നു വന്നതോടെയാണ് മുതിർന്ന നേതാക്കൾ ഗ്രൂപ്പ് ഭേദമന്യേ ഒരുമിക്കാൻ തയ്യാറെടുക്കുന്നത്. മുതിർന്ന നേതാക്കളെ ഒറ്റയടിക്ക് വെട്ടിമാറ്റിക്കൊണ്ട് സംസ്ഥാന കോൺഗ്രസിൽ തലമുറ മാറ്റത്തിനാണ് ശ്രമം ഇപ്പോൾ നടക്കുന്നതെന്ന അനുമാനത്തിലാണ് തഴക്കം ചെന്ന നേതാക്കന്മാരുടെ ഒരുമിക്കൽ നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ക്ഷണിതാവുമായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് സതീശൻ്റെ നേതൃത്വത്തിലുള്ള യുവജന മുന്നേറ്റത്തിനെതിരെ ഇപ്പോൾ മുതിർന്ന നേതാക്കളെ ഒരുമിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മന്ത്രിസഭാ രൂപീകരണത്തിലും യുവ പ്രാതിനിധ്യത്തിന് ശ്രമം നടക്കുമെന്ന ആശങ്കയും മുതിർന്ന നേതാക്കൾക്കുണ്ട്. ഇതും ഗ്രൂപ്പുകൾക്ക് അമിതമായിട്ടുള്ള യോജിപ്പിന് കാരണമായിട്ടുണ്ട്. തൃശ്ശൂരിൽ രമേശ് ചെന്നിത്തലയും മുതിർന്ന കോൺഗ്രസ് നേതാവായ MK രാഘവൻ MP തമ്മിൽ നടന്ന കൂടിക്കാഴ്ച അത് കോൺഗ്രസിലെ പുതിയ ധ്രുവീകരണത്തിൻ്റെ സൂചനയാണെന്നാണ് ഇപ്പോൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മാടായി കോളേജിലെ നിയമന വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ രമേശ് ചെന്നിത്തല രാഘവൻ കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യം ഏറെ തന്നെയാണ്. തൃശ്ശൂരിലെ രാമനിലയത്തിൽ വെച്ചാണ് രമേശ് ചെന്നിത്തലയും MK രാഘവനും തമ്മിലുള്ള ചർച്ച നടന്നത്. പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തൃശ്ശൂരിലെത്തിയത്. എന്നാൽ വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിനെന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ MK രാഘവൻ MP രാമനിലയത്തിൽ ക്യാമ്പ് ചെയ്തത്. 1:30 രമേശ് ചെന്നിത്തല രാമനിലയത്തിൽ എത്തുകയും ചെന്നിത്തലയുടെ മുറിയിൽ വെച്ച് തന്നെ അവർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുകയുണ്ടായി. ജീവനക്കാരെയും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളെയും ഒക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് ബാൽക്കണിയിൽ വെച്ചായിരുന്നു ഈ രഹസ്യ ചർച്ച മുഴുവൻ നടന്നത്. ചർച്ച അരമണിക്കൂറിലേറെ നീണ്ടു നിൽക്കുകയും ചെയ്തു. മാടായി കോളേജ് വിഷയവും കോൺഗ്രസിലെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ സംഘടനാ കാര്യങ്ങളുമൊക്കെ തന്നെ ചർച്ചയിലുണ്ടായിരുന്നു. കോൺഗ്രസിൽ കൂടിയാലോചന നടക്കുന്നില്ല എന്നും രാഷ്ട്രീയ സംഘടനാ വിഷയങ്ങളിൽ കൂടിയാലോചനകൾ ഉണ്ടാവണമെന്നും കഴിഞ്ഞ ദിവസം തന്നെ രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയ കാര്യമാണ്. കോഴിക്കോട് വെച്ച് ഒരു വാർത്താ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പ്രതികരണത്തിലാണ് ഈ ഒരു അതൃപ്തി പരസ്യമാക്കുന്ന പരാമർശം ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പല കാര്യങ്ങളും പറയാനുണ്ടെങ്കിലും പ്രവർത്തകർക്ക് വിഷമമാകുന്നത് കൊണ്ട് പറയാതിരിക്കുകയാണെന്നും പറയാൻ അറിയത്തില്ലാഞ്ഞിട്ടൊന്നുമല്ല എന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോടുള്ള ഒരു നീരസമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രതികരണങ്ങളിൽ കൂടി എല്ലാം ഇപ്പോൾ വ്യക്തമാകുന്നതെന്നാണ് സൂചന. കേരളത്തിലെ പ്രശ്നങ്ങൾ അവയെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയും ദേശീയ നേതൃത്വം ഇടപെടാത്തതിലും ചെന്നിത്തലയ്ക്ക് കടുത്ത അതൃപ്തിയാണ് ഉള്ളത്. ഇത് തീർച്ചയായിട്ടും KC വേണുഗോപാലിനോടുള്ള അതൃപ്തിയാണെങ്കിലും അത് പരസ്യമായി തന്നെ പറയാൻ കഴിയാത്ത ഒരവസ്ഥയുമുണ്ട്. ഈ പുതിയ സാഹചര്യത്തിൽ A ഗ്രൂപ്പ് നേതാക്കളായിട്ടുള്ള MM ഹസൻ അടക്കമുള്ളവർ ചെന്നിത്തലയോട് യോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ നീങ്ങുന്നത് തന്നെ. പുനഃസംഘടനയിൽ അർഹമായിട്ടുള്ള പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ എന്നും സംശയം ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴയ ഗ്രൂപ്പുകളെല്ലാം തന്നെ ശക്തമായി തിരിച്ചു വരുന്ന സാഹചര്യമാണ്. പക്ഷേ ആ ഗ്രൂപ്പുകളെല്ലാം ഇപ്പോൾ നിലയുറപ്പിക്കുന്നതാകട്ടെ വി.ഡി. സതീശന് എതിരെയാണ് എന്നത് മാത്രമാണ് മറ്റൊരു കാര്യം. രമേശ് ചെന്നിത്തലയാണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും MM ഹസൻ ആണെങ്കിലും K മുരളീധരനാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ ഒറ്റ കൈയോടുകൂടി പ്രവർത്തിക്കുന്നതെല്ലാം തന്നെ വി.ഡി. സതീശൻ്റെ ആ ഒരു ക്യാപ്റ്റൻ പദവി അതിനെതിരായി നീങ്ങുക എന്നത് തന്നെയാണ്. മാത്രമല്ല KC വേണുഗോപാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യസഭയിൽ നിന്നും മാറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് കേരളത്തിൽ എത്തിയിരുന്നു. അതിനുശേഷം KC വേണുഗോപാലിൻ്റെ ഒരു കൈകടത്തൽ അത് കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഇനിയൊരു മുന്നേറ്റം അത് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും KC വേണുഗോപാൽ ഒരുപക്ഷെ ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരണമെന്നുള്ള ഒരു ചോദ്യമുണ്ടാകും. ആ ചോദ്യത്തിന് അവിടെ അവസാന വാക്കായിട്ട് KC മാറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്നാൽ KC വേണുഗോപാലിൻ്റെ ഈ നീക്കങ്ങൾ എല്ലാം തന്നെ തീർത്തും വളരെ കരുതലോടെയാണ്. വി.ഡി. സതീശനെ പോലെ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്ന കാര്യത്തിൽ
KC വേണുഗോപാൽ വിട്ടുനിൽക്കുകയാണ്. ഒരു മുഖ്യമന്ത്രി ചർച്ച അത് വരുന്ന സാഹചര്യത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളും അതോടൊപ്പം തന്നെ ചർച്ചകളും തർക്കങ്ങളും ഒക്കെ തന്നെ അവയെല്ലാം സജീവമാകുമെന്ന് KC വേണുഗോപാലിനെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ആ സാഹചര്യത്തിൽ ഒരു AICC ഇടപെടൽ അതുണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പ്രിയങ്കരനായിട്ടുള്ള ഒരൊറ്റ വ്യക്തിയെ ഉണ്ടാവുകയുള്ളൂ. അത് KC ആണ് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആ നറുക്ക് KCയുടെ പോക്കറ്റിൽ വീഴുമെന്ന കാര്യം KCക്ക് തീർച്ചയായിട്ടും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് KC ഇപ്പോഴും മൗനം പാലിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ കേരളത്തിലെ ജനങ്ങൾക്കിടയിലും അതോടൊപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾക്കൊക്കെ മുന്നിലും ഇപ്പോൾ കോൺഗ്രസിനുള്ളിലെ തന്നെ പ്രവർത്തകർക്കിടയിലുമെല്ലാം VD സതീശൻ്റെ ഒരു ആളാവൽ ശ്രമം അത് എന്ത് വില കൊടുത്തും തകർക്കുക തടയുക എന്ന ലക്ഷ്യവും KC വേണുഗോപാലിനുണ്ട്. അതുകൊണ്ടാണ് K. സുധാകരന് പരസ്യമായ ഒരു പിന്തുണ KC ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സുധാകരൻ സ്വമേധയാ പോവുകയാണെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സുധാകരനെ പിടിച്ചു നിർത്തി എന്നത് KC വേണുഗോപാലിൻ്റെ അജണ്ടയിലേ ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ സുധാകരനെ അങ്ങനെ പുറത്താക്കിയാൽ അത് വലിയ തരത്തിലുള്ള ക്ഷീണം KCക്ക് പോലും ഉണ്ടാക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് KCയുടെ ഭാഗത്തുനിന്നും ഇത്തരമൊരു നീക്കം ഉണ്ടായത് എന്ന വിലയിരുത്തലും ഇപ്പോൾ സജീവമാണ്. എന്തുതന്നെയാണെങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിപ്പോൾ ഉൾപോരുകളെല്ലാം തന്നെ അതിശക്തമായി തന്നെ തുടരുകയാണ്. ഉൾപോരുകൾ പാർട്ടിക്കുള്ളിൽ ശക്തമാകുമ്പോൾ VD സതീശനെതിരെയാണ് ഇപ്പോൾ യുദ്ധം എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. VD സതീശനെ സംബന്ധിച്ച് അദ്ദേഹം ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് എന്ന മട്ടിൽ ഇപ്പോൾ ചില കരുക്കൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.